ബി ജെ പിയുടെ ഒരു ധാർമ്മിക മൂലധനത്തിൻ്റെ വലിയ അഭാവമാണ് ഈ അയോധ്യ കൊള്ളയിലൂടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതായത് ബാബറി മസ്ജിദ് പൊളിക്കാനായിട്ട് എത്രമാത്രം ആവേശം ഖർസേവകർ കാണിച്ചുവോ, ആ ആവേശം ഈ രാമൻ്റെ സ്വർണം സംഭാവന കിട്ടിയ മൂലധനം കുറേ പേര് കട്ടുകൊണ്ടുപോയപ്പോൾ ഈ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ജയ് ശ്രീരാം വിളിച്ചവരുടെ വായിൽ നിന്ന് ഒരക്ഷരം വരുന്നില്ല എന്ന് മാത്രമല്ല, അവർ നിശബ്ദമായിരിക്കുകയാണ് എന്ത് മറുപടി പറയണമെന്ന്. അപ്പം ഇത് ബി ജെ പിയുടെ വലിയ പതനത്തിലേക്ക് നയിക്കില്ലേ? കാരണം അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാവരും താങ്കൾ പറഞ്ഞ പോലെയല്ല. ഇപ്പം ചില ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് മനോരമ പത്രത്തിൽ ഒരാളുടെ ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ എൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം പറയാം. കൊള്ളക്കാരെ പുറത്താക്കുന്നതുവരെ പോരാടും എന്നാണ് സന്തോഷ് ദുബെ. ഈ സന്തോഷ് ദുബെ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LK അദ്വാനിക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ് രാമജന്മഭൂമി പ്രക്ഷോഭകാലത്ത്. എന്ന് പറഞ്ഞാൽ ദുബൈക്കൊന്നും മനസ്സിലായിട്ടില്ല. പാവം മറ്റേ ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ രാമജന്മഭൂമി അയോധ്യ ക്ഷേത്രം വരണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അതിൽ ഇത് ദുഃഖകരമാണെന്ന് പുള്ളി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദ്യത്തെ ചോദ്യം, രാമക്ഷേത്ര ട്രസ്റ്റിൽ വിശ്വാസമില്ലെന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് പുള്ളിയോട്. അപ്പോൾ ആദ്യത്തെ ഉത്തരം ഞാൻ പറയാം. പ്രസിഡന്റ് മഹന്ത് നൃത്യ ഗോപാൽ, സ്വാമി പരമാനന്ദഗിരിയും ഒഴികെ ട്രസ്റ്റിലെ മറ്റാരെയും വിശ്വാസമില്ല. അത് കുഴപ്പമില്ല. അടുത്ത വാചകമുണ്ട് ശ്രദ്ധിക്കേണ്ടത്. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് 40% കമ്മീഷൻ കൈപ്പറ്റിയ ആളാണ് ട്രഷറർ ഗോവിന്ദ് ദേവഗിരി. പറയുന്നത് ആരാണ്? പറയുന്നത് അദ്വാനിയുടെ ഒപ്പം പ്രവർത്തിച്ച സന്തോഷ് ദുബെ തന്നെ പറയുന്നു. ഇത് ട്രസ്റ്റിൻ്റെ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷമല്ല, നിർമ്മാണത്തിൽ തന്നെ 40% കമ്മീഷനാണെന്നാണ് പറയുന്നത്. ഈ 40% കമ്മീഷൻ എന്ന് പറയുമ്പോൾ താങ്കൾ അറിയേണ്ടത് ഇത് എത്ര രൂപ ഉണ്ടെന്നുള്ളത് ഏറ്റവും ഒടുവിൽ പുള്ളി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ഇവർ, ഏതാണ്ട് 1000 കോടി രൂപയാണ് ഇവർ അടിച്ചു മാറ്റിയേക്കണം. കാരണം ഏതാണ്ട് 2500-3000 കോടി രൂപ എടുത്താണ് ഇതിന് നിർമ്മാണത്തിന് വേണ്ടി വന്നേക്കണം. ഇനി അടുത്തത്, അയാൾ ഇപ്പോഴും ട്രസ്റ്റിൽ തുടരുകയാണ്. ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ തന്നെ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. 4 ശങ്കരാചാര്യന്മാരും കർഷകരുടെ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഭരണ സംവിധാനമായിരുന്നു വേണ്ടത്. ക്ഷേത്ര മാതൃക കാണിച്ച് ലോകം മുഴുവനിൽ നിന്ന് സംഭാവന സ്വീകരിച്ചു. സ്വർണവും വെള്ളിയും ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കളും സമാഹരിച്ചു. ഒന്നിലും കൃത്യമായ കണക്കുണ്ടായിരുന്നില്ല. അതായത് ഇതൊന്നും ഇപ്പൊ തുടങ്ങിയതല്ല. ക്ഷേത്രം പൂർത്തിയാക്കിയ ശേഷവും കൊള്ള തുടർന്നു. ഇനി അടുത്തത് പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, കുറ്റം ചെയ്തവർ പിടിക്കപ്പെടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് തെറ്റ് ചെയ്യുമെന്ന് കരുതുന്നില്ല. എന്നാൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല. കാരണം അതിൻ്റെ നിയന്ത്രണം ശ്രദ്ധിച്ചേക്കണേ, അതിൻ്റെ നിയന്ത്രണം നാഗ്പൂർ വഴി ഡൽഹിയിലാണെന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് RSSനെയും ഈ പറയുന്ന BJP ഒന്നും പുള്ളിക്ക് വിശ്വാസമില്ലെന്നാണ്. ഇനി അടുത്തത്, സംഭാവന കൊള്ളക്കെതിരെ നൽകിയ പരാതി എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. ചമ്പത്ത് റായ്, അനിൽ മിശ്ര, ഗോപാൽ റാവു, ജീവനക്കാരൻ രാംശങ്കർ യാദവ്, അതായത് ടിന്നു യാദവ് എന്നിവർക്കെതിരെയാണ് ഞാൻ പരാതി നൽകിയത്. FIR രജിസ്റ്റർ ചെയ്തതായി അറിയില്ല. കേസ് എടുക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കും. ഇതൊരു സാധാരണ കൊള്ളയല്ല, ഭഗവാന്റെ സ്വത്താണ് കവർന്നിരിക്കുന്നതെന്നാണ്. ഇനി ഏറ്റവും വലിയ തമാശ, ഈ 3200 ഇതിന് ചമ്പത്രായുടെയൊക്കെ ഒരു വേറൊരു മറുപടി കൂടിയുണ്ട്. അതിൽ ട്രഷറർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ട്രസ്റ്റിൽ 3624 കോടി രൂപയാണ് സംഭാവനയായി ലഭിച്ചത്. ഇതിൽ 2370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും ചെലവിനുമായി വിനിയോഗിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ 2370 കോടി രൂപയുടെ 40% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 800-850 കോടി രൂപ വരും. അപ്പം അത്രയും കാശ് ഈ ട്രഷററായിട്ടുള്ള ആളെടുത്തിട്ടുണ്ട്. പുള്ളി അവിടെ തന്നെ ഇരിക്കുകയാണ്. കൂടാതെ SITയെ നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പറയുന്ന ഇപ്പോഴും നാഗ്പൂർ വഴി BJP തന്നെയാണ് നിയന്ത്രിക്കുന്നത്. നാഗ്പൂർ എന്ന് പറഞ്ഞാൽ RSS വഴി BJP ആണ് നിയന്ത്രിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു തമാശ ഉള്ളത്, ഇന്ന് ഈ SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിലെ മുഖ്യ സൂത്രധാരനായിട്ട് കാണിച്ചിട്ടുള്ളത് അവിനാഷ് ശുക്ല എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി ആള് പക്ക ഡീസൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. കാരണം പുള്ളിയുടെ വീട്ടിൽ നിന്ന് കേവലം 20 ലക്ഷം രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ $1000 പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ സ്വർണവും വെള്ളിയും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളി ആള് ഡീസൻ്റാന്ന് പറയാൻ കാര്യം, പുള്ളി ഒരിക്കലും ഇത് സ്വന്തമായിട്ട് കൊണ്ടുപോയിട്ടില്ല. പുള്ളി 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്ത പോലെ പുള്ളി എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ഗേൾ ഫ്രണ്ടിന് പുള്ളി ഒരു iPhone മേടിച്ചു. ചെറിയ മനുഷ്യനാണ്. കൂടാതെ 2.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് സിമ്പിളായിട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കൂടാതെ 6 ലക്ഷം രൂപക്ക് മറ്റേ സ്വന്തം അനിയൻ്റെ കല്യാണം ഗംഭീരമായിട്ട് നടത്തി. 19 ലക്ഷം രൂപയുടെ ഒരു പാർട്ടി പുള്ളി സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രം നടത്തി. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പുള്ളിയൊന്നും തിന്നിട്ടില്ല എന്നൊരുക്കം. വേറെ അതിന് 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ലക്ഷം രൂപയുടെ കാറ് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇയാളാണ് ഇപ്പോൾ 1ാം പ്രതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കുള്ള ആരും തന്നെ പ്രതികളായിട്ടില്ല.
വേറെ ഓട്ടോറിക്ഷക്കാരൻ നമുക്കറിയാലോ 50 കോടി രൂപ സമ്പാദിച്ചു. ഈ രാമായണം നൽകുന്ന പാഠം എന്ന് പറയുന്നത് ഇങ്ങനെ കക്കുക, അപ്പൊ കട്ടവരക്കെതിരെ ഒന്നും ശബ്ദിക്കാതിരിക്കുക എന്നാണോ? രാമായണം നൽകുന്ന പാഠം എന്ന് പറയുന്നത് അതല്ല. രാമായണം നൽകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അധികാരത്തോട് മോഹമില്ലാതിരിക്കുക, സമ്പത്തിനോട് മോഹമില്ലാതിരിക്കുക എന്നുള്ളത് കൊണ്ടാണല്ലോ രാമൻ തന്നെ കാട്ടിപ്പോയതൊക്കെ തന്നെ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് രാമായണത്തിൽ നിരവധി പാഠങ്ങളുണ്ട്. നിങ്ങൾ ആരിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ രാമായണത്തിലെ ഒരു കഥാപാത്രത്തിൽ നിന്നും, രാമായണത്തിലെ ഗൗതം അറിയേണ്ടത് ഈ പറയുന്ന നിരവധി കഥാപാത്രങ്ങളുണ്ട്, നൂറുകണക്കിന് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളിൽ ഒരാളോട് പോലും ഇവരെ ഉപമിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയ വൃത്തിയുടെ അതിലെ താരം തന്നെ കാണിച്ചിട്ടില്ല. ഇപ്പം രാമായണത്തിലെ രാവണൻ പോലും എത്ര ഡീസൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സീതയെ കൊണ്ടുപോയി സ്വന്തം ലങ്കയിൽ പ്രാർപ്പിച്ചതിന് ശേഷം ആ ലങ്കയിൽ അവരുടെ ഇംഗിതം, ഇഷ്ടം കിട്ടുന്നത് വരെ കാത്തു നിന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ആ കൂട്ടത്തിലൊന്നും ഇത് പെടില്ല. ഇത് 1500 കോടി രൂപയുടെ കൊള്ളയാണെന്നാണ് ഇത്രയും നാളും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അപ്പോഴും 1500 കോടി രൂപയുടെ കൊള്ള അവിടേക്ക് എത്തിയിട്ടുള്ള സംഭാവനകളിൽ പെട്ടതാണ്. ഇനി വേറൊരു കാര്യം നമുക്കറിയാലോ, 10 മിനിറ്റ് മുമ്പ് ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നു, അതിന് 2.5 കോടി രൂപയാകുന്നു, അത് 18 കോടി രൂപക്കാണ് 10 മിനിറ്റ് കഴിയുമ്പോൾ വെക്കുന്നത്. ഇങ്ങനെ വലിയ കമ്മീഷൻ അവിടെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവരുടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് കബളിപ്പിക്കലായിരുന്നുവെന്ന് ഏതാണ്ട് ഈ പറയുന്ന ദുബൈ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവർക്ക് സൈലന്റ് ആണ്. യഥാർത്ഥത്തിൽ ഇവരെന്തൊരു മണ്ടത്തരമാണ് ഈ കാണിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കണം. പ്രധാനമന്ത്രിയും അമിത്ഷായൊക്കെ ഏറ്റവും കുറഞ്ഞ പക്ഷം വർത്താനമെങ്കിലും പറയണ്ടേ പുറത്തു വന്ന്? അത് ചെയ്യുന്നില്ല. മനസ്സിലായി? വർത്താനം പറയണത് വെറുതെ വർത്താനം പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇവർ ആരെയും വെറുതെ വിടില്ല, ഞങ്ങൾ ഇവരെ ശിക്ഷിക്കും, ഇവരെ തുറുങ്കിലടക്കും, ഇവരെ ഞങ്ങൾ എന്ത് ചെയ്യും, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മതി. എന്താണ് ഇവർക്ക് പറയാൻ പറ്റാത്തത്? ഞാൻ പറയുന്നത് ഇത് പൊളിക്കാൻ കാണിച്ച ആവേശം, ആ പൊളിക്കാൻ കാണിച്ച ആവേശം ഈ കട്ടവർക്കെതിരെ പറയാനായിട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ്? ഇതിനെ ചോദ്യം ചെയ്യുന്നവര് സനാതന ധർമ്മത്തെ ഇകഴ്ത്തി കാണിക്കാൻ അല്ലെങ്കിൽ അതിനെ മോശമായി വൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ സനാതന ധർമ്മം എന്ന് പറയുന്നത് മറ്റേ അമ്പലത്തിലെ സംഭാവന അടിച്ചു മാറ്റലാണ്, എന്നിട്ട് മറ്റേ ഗേൾ ഫ്രണ്ടിന് ഐഫോൺ മേടിച്ചു കൊടുക്കലാണ്. അതാണോ സനാതന ധർമ്മം? എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പറഞ്ഞത് ഒരു കൊള്ളക്കെതിരെയാണ്. ആ കൊള്ളക്കെതിരെ ഇവരെല്ലാവരും തന്നെ കൃത്യമായി ശബ്ദമുയർത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ എന്നെയും ഗൗതത്തിനെയും കൂടെ ഒപ്പം നിന്ന് ഇവരും കൂടി ശബ്ദമുയർത്തേണ്ടതാണ്. കാരണം ഇതിലെ കൊള്ളക്കാരെ പിടിക്കപ്പെടണ്ടേ, ഈ വൃത്തികെട്ടവന്മാരെ അടിച്ച് പുറത്താക്കണ്ടേ? ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസം ഉണ്ടാവുമോ? 1% പോലും, ഒരു 0.001% പോലും വിശ്വാസം ഉണ്ടാവുമോ? യഥാർത്ഥത്തിൽ ഈ മറ്റേ പല ക്ഷേത്രങ്ങളിലും RSSും അതുപോലെ തന്നെ BJP ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? വിശ്വാസികളെ ഭരണം തിരിച്ചേൽപ്പിക്കണമെന്നാ. ഏത് വിശ്വാസികളെ? യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ പോലും കുഴപ്പമില്ല, ഒരു മര്യാദക്കാരനെ പറഞ്ഞേൽപ്പിച്ച് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് BJP രാമഭക്തരെക്കാൾ കൂടുതൽ ധർമ്മബോധമുള്ള രാമഭക്തരുണ്ട് BJP അല്ലാത്ത ഒരുപാട് ആളുകൾ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളും BJPക്ക് അകത്തുള്ള ആളുകളും ഇവരുടെ ഈ പ്രകടന പരതയൊക്കെ കണ്ട് ഇവര് വലിയ ഭക്തരാണെന്നും ഇവര് നമ്മുടെ ദൈവങ്ങളെയും ഹിന്ദുക്കളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നവരാണെന്നൊക്കെ വിചാരിച്ചതിന് വലിയ തിരിച്ചടി കിട്ടാൻ വേണ്ടിയിരിക്കുകയാണ്. ഇപ്പൊ ജനങ്ങൾ ശരിയാണ് ഗൗതം പറഞ്ഞ പോലെ നാമജപ ഘോഷയാത്രയായിട്ടോ അല്ലെങ്കിൽ നാളെ കർസേവകരെ പോലെ മറ്റേ അയോധ്യയിലേക്ക് ചെന്ന് അമ്പലം പിടിച്ചെടുക്കലൊന്നും അവർ ചെയ്യില്ല. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിന്റെ മിക്കവാറും ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ കള്ളക്കളികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ. കാരണം ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാവും. ഇത് നേരത്തെ തന്നെ അവിടെയുള്ള ജനങ്ങൾക്കറിയാമെന്ന്. ഇപ്പൊ ഫൗസിയാബാദില് എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതെന്ന് വെച്ചാൽ അവര് സ്ഥിരമായി ജയിക്കുന്ന സീറ്റല്ല അത്. പക്ഷെ അല്ലെങ്കിൽ പോലും കഴിഞ്ഞ ഉത്തർപ്രദേശിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അതിനേക്കാളും വലിയ തിരിച്ചടി ഇത്തവണ ഉത്തർപ്രദേശിലുണ്ടാവും. കാരണം ഇവരുടെ ബേസിക് അജണ്ട, അതായത് എൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരൊറ്റ കാതൽ അല്ലെങ്കിൽ വേര് എന്ന് പറയുന്ന ഒരു കാര്യം, ആ വേര് തന്നെ തട്ടിപ്പായിരുന്നു എന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ആ വേരിൽ വലിയ മുറിവ് അല്ലെങ്കിൽ വിള്ളൽ വീണിരിക്കുകയാണ്. വേര് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇത് ഉന്നയിക്കാനായിട്ട് ഇപ്പൊ പ്രതിപക്ഷ പാർട്ടികളോ മറ്റാളുകളോ ഒന്നും വന്നിട്ടില്ല. ഇത് ഉന്നയിക്കാനായിട്ട് പക്ഷെ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ അളവിലാണ് യഥാർത്ഥത്തിൽ കാണേണ്ടത്. അതിനെക്കാട്ടിലും വലിയ അളവിലാണ് കാണേണ്ടത്. അയ്യപ്പന്റെ സ്വർണം കട്ടപ്പം അഹോരാത്രം 24 മണിക്കൂർ ഇതിനെ പറ്റിയിട്ട് മാത്രം ചർച്ച നടത്തിയ മാധ്യമങ്ങൾ, അതിലും വലിയ കൊള്ള നടന്നപ്പോൾ അതിലും വലിയ ഗ്രാവിറ്റിയിൽ സംസാരിക്കേണ്ട ഒരു വിഷയമായിരുന്നിട്ടും
മിണ്ടുന്നില്ല. അല്ല, മാധ്യമങ്ങളെ നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ മാധ്യമങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ തുറന്നാൽ മിക്കവാറും തന്നെ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കള്ളം പറയുകയും അവർ വിചാരിക്കുന്ന വാർത്തകൾ മാത്രം പറയുകയും ചെയ്യുന്നവരാണ്. അല്ലാതെ അവരൊന്നും ഈ സത്യസന്ധമായിട്ട് ഇതൊക്കെ ചെയ്യുമെന്നുള്ളതൊന്നും നമ്മൾ വെറുതെ എന്ത് ചെയ്യരുത്, പ്രതീക്ഷിച്ച് കളയരുത്. അതിനും ഭേദം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറെ എന്തെങ്കിലും സ്വപ്നങ്ങൾ കാണാനായിരിക്കുന്നുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിയുടെ വാല് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിവർന്നിരിക്കും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്വപ്നം കാണാം. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ വന്ന് എല്ലാ ഒരു കാലഘട്ടം സത്യം പറയുന്നത് ചെയ്യുക. അതൊന്നും തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഗൗതമത്തിന് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇത് പിടിച്ചു നിൽക്കാൻ ഇപ്പം നമ്മളെ സംബന്ധിച്ചൊക്കെ ഇത് കുറച്ചായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇത്തരം ഒരു വാർത്ത ഫോളോ ചെയ്യാതിരിക്കും. ഇതിനെ ഒരു പക്ഷേ BJP ഗുണപ്രദമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? കുറ്റക്കാരെ പിടിച്ചുകൊണ്ടായിരിക്കും? അല്ല, ഇതിനെ ഗുണപ്രദമാക്കി മാറ്റാൻ ഇപ്പം BJP എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. ഇനി ഗുണപ്രദമാക്കി മാറ്റാം BJP. ആ ഗുണപ്രദമാക്കി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ മാറ്റണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ഈ കുറ്റക്കാരെ എല്ലാവരെയും ഇത് ശിക്ഷിക്കും എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അവർ വരണം. അല്ലെങ്കിൽ ഇതിൽ ഞങ്ങൾക്കൊരു പങ്കില്ല എന്നുള്ളതെങ്കിലും ഏറ്റവും ഒടുവിൽ തെളിയിക്കണം. ഇത് രണ്ടും ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഗൗതം അറിയേണ്ടത് ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ മുഴുവൻ പറയാൻ പോകുന്നില്ല. പക്ഷേ പകുതി പറഞ്ഞാൽ ഇപ്പോൾ VHP ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നത്. അതായത് VHPയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനായിട്ടുള്ള, അഖിലേന്ത്യ അല്ല ഇന്റർനാഷണൽ ഉപാധ്യക്ഷനായിട്ടുള്ള ചമ്പത് റായ്, അയാളെ ചമ്പത് റായ് എന്നല്ല വിളിക്കേണ്ടത്, അയാളെ ചമ്പൽ കൊള്ളക്കാരൻ എന്ന് വിളിച്ചാൽ മിക്കവാറും ചമ്പൽ കൊള്ളക്കാർ നമുക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും 500 കോടിക്ക്. കാരണം ഇത്ര വലിയ വൃത്തികെട്ട പോരല്ലേ കള്ളു പറയും. അതുകൊണ്ട് അത് വിളിക്കുള്ള അത്തരത്തിലുള്ള ഒരാൾ ശരിക്കും അതുണ്ടെങ്കിൽ ഇയാളോട് പലവട്ടം അവിടത്തെ ഉള്ള ഉദ്യോഗസ്ഥരായിട്ട് വന്ന് ഇങ്ങനെ അഴിമതി നടക്കുന്നുണ്ട്, കളവ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. പുള്ളി ഇതുവരെ വേണ്ടിയിട്ടില്ല. പുള്ളി ഇപ്പോൾ പറയണെന്ന് SITയുടെ അന്വേഷണം കൊടുത്ത് കുറ്റപത്രം കൊടുത്തതിന് ശേഷം ഞാൻ വാ തുറക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇതൊക്കെ പക്ഷെ സാധാരണ ജനത്തിന് മനസ്സിലാവും. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പം ഇവിടെ CPMന് പോലും വലിയ അടിപറ്റിയത് എന്താണ്? ജനത്തിനൊരു തോന്നലുണ്ടായി CPM ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് അകലുകയും പകരം കോർപ്പറേറ്റുകളോട് അടുക്കുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞത് തോന്നലുണ്ടായതുകൊണ്ടാണ്. ഇവിടെ എന്താ, ഇവിടെ നിങ്ങൾ വിശ്വാസ സംരക്ഷണത്തിന്റെ അപ്പോസ്തലന്മാരായി അറിയപ്പെട്ടിരുന്ന ആളുകൾ, നിങ്ങൾക്കൊരു വിശ്വാസവും ഇല്ല, ഒന്നുമില്ല, നിങ്ങളൊരു മര്യാദക്കാരുമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഇപ്പൊ നടക്കുന്ന പ്രചാരണത്തിന് ഏറ്റവും വലിയ കാര്യത്തെ മറ്റു പാർട്ടികളിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച് നിർത്തിയത് ഈ ഒരു ഘടകമാണ്. അവിടെ തന്നെ നിങ്ങൾ പൊളിഞ്ഞിരിക്കും, തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അപ്പൊ ആ തകർന്ന് തരിപ്പണയിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഗൗതത്തിനോട് ഞാൻ പറയാം, ഇത് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വേരുകളെ ചിതലരിച്ചു തുടങ്ങിയിരിക്കുന്ന സംഭവമാണ്. ഇപ്പൊ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അവർ തോക്കില്ല എന്നുള്ളതല്ല, പക്ഷേ ഈ തോൽവി എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുമെന്ന് അറിയുക. അത് ആളുകളുടെ വിശ്വാസം പോയാലും കുറച്ച് ആൾ ചിലപ്പോൾ ആ ആളുകളെ പാർട്ടിയിൽ വെറുതെ കൂടേക്കും. കാരണം സുഹൃത്തുക്കൾ, ബന്ധങ്ങളെല്ലാം ആ പാർട്ടിയിലുണ്ടല്ലോ എന്ന്. പക്ഷേ പലപ്പോഴും ആ പാർട്ടിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് അവരെതിര് പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ പാർട്ടിയിൽ പതുക്കെ താഴോട്ട് പോകണം. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട RSS BJPയുടെ പ്രവർത്തകരും ഒക്കെ അവർ ഉള്ളിൽ പറയേണ്ടി ഇവരെന്ത് വൃത്തിയുടെ കാണിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളത്, പാവപ്പെട്ട BJPക്കാരോട് പറയാനുള്ളത്, സ്വന്തം പാർട്ടിക്കാരിൽ ആദ്യം ധർമ്മബോധം ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ധർമ്മവും ആർഷഭാരത പാരമ്പര്യവും ഏറ്റവും ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇവരെ പഠിപ്പിക്കുക. ഇതുപോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അമ്പലം ഉണ്ടാക്കി വെച്ചാൽ അത് കൊള്ളയടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നിർലജ്ജം. ഈ അമ്പലം തന്നെ തുടങ്ങിയിട്ട് എത്ര ആളായി? 2 കൊല്ലമായിട്ടുള്ള പോകുന്നു. അപ്പൊ 2 കൊല്ലങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവര് 2 കൊല്ലങ്ങൾ കൊണ്ട് ഈ കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു 10 കൊല്ലം ഉണ്ടെങ്കിൽ എന്തായാലും. പിന്നെ രാമചരിതമാനസ് എവിടെ? 147 കിലോഗ്രാം ഉള്ള ഒരു സാധനം, അത് എവിടെ? എന്നിട്ട് ചമ്പത് റായിനെ വിളിച്ച് കൊടുത്ത ആൾ ചോദിക്കുമ്പോൾ, കൊടുത്ത ആൾ ആരാണ്? ഗൗതത്തിന് ചിന്തിച്ചു നോക്കിയിട്ട് ഗൗതം അതിന്റെ ഗ്രാവിറ്റി. ഒരു ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കൊടുക്കണം. ഇപ്പൊ ഗൗതം അല്ലെങ്കിൽ XOR Y, ഞാൻ പറഞ്ഞ ഗൗതം അല്ല, XOR Y, അയാളൊരു കള്ളനാണെന്ന് തന്നെ വിചാരിക്കും. ഒരു പോലീസ് സ്റ്റേഷനിലെ SHO കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എടാ ഈ പേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ വരുമ്പോൾ എടുക്കാന്ന് പറഞ്ഞാൽ അയാൾ മോട്ടിക്കോ? ഇല്ല. അപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി കൊടുത്തേക്കുന്ന സാധനം അടിച്ചു മാറ്റിയെങ്കിൽ ഇവന്റെ ഗട്സ് എന്തായിരിക്കും? ഇതിലിപ്പം കഴിഞ്ഞ ദിവസം മറ്റേ മുഹമ്മദ് സനൂഫ് ഒരു കമന്റ്, ഒരു വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കമന്റിന്റെ പേരിൽ UAPA ചുമത്തി അകത്താക്കി. ഇന്ത്യയെ കാർക്കിച്ചു തുപ്പാൻ ആഗ്രഹമുണ്ട്, ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ ചെയ്യുന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ രാമനെ കാർക്കിച്ചു തുപ്പിയിരിക്കുകയാണ്. രാമന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പിയിരിക്കുകയാണ് ഈ കട്ട ആളുകൾ, ഈ കപട വിശ്വാസികൾ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റേ സനൂപിൻ്റെ എഴുത്തും കാര്യങ്ങളൊന്നും നമ്മൾ പറയണ്ട, കാരണം അതൊക്കെ മഹാവൃത്തികേടാണ്, ഒരു സംശയമില്ല. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ പുള്ളി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രവൃത്തി കൊണ്ട് ഗൗതം പറഞ്ഞ പോലെ കാർക്കിച്ചു തുപ്പിയേക്കാണ് ചെയ്തത്.
ഒരു സംശയമില്ല. യഥാർത്ഥത്തിൽ ഇവരെ ചൂലിനടിച്ച് പുറത്താക്കേണ്ട സമയം. രാമന്റെ നീതിബോധം, ധർമ്മബോധം അതൊക്കെ പ്രതിഫലിപ്പിക്കേണ്ട, പ്രചരിപ്പിക്കേണ്ട പ്രവർത്തകര്, ആ ക്ഷേത്രത്തിൽ തന്നെ ഉള്ള ആളുകൾ ഇത് കട്ടു എന്ന് പറയുമ്പോൾ അതിലും വലിയ നാണക്കേട് വരുന്നുണ്ട്. കട്ടു എന്ന് പറയുന്ന ഗൗതം മറ്റേ നിസ്സാരമായിട്ടല്ലല്ലോ, ക്യാമറകൾ ഇരിക്കുന്നു, എല്ലാം ഇരിക്കുന്നു, വളരെ കൂളായി കട്ടുകൊണ്ട് പോയേക്കാണ്. ഈ കഴിഞ്ഞ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ടിന്നു യാദവ് എന്ന് പറയുന്ന ഇയാളുടെ ഡ്രൈവറായിരുന്നു, ഈ ചമ്പത്രായുടെ ഡ്രൈവറായിരുന്നു. ഈ ചമ്പത്രായ്ക്ക് അങ്ങനെ ഒരു ഡ്രൈവർ ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ആർമി ബാബു എന്ന് പറയുന്നത്. ഡ്രൈവറായാലും എന്തായാലും ശരി, പുള്ളിയുടെ വളരെ വിശ്വസ്തരായിട്ടുള്ള ഒരാളാണ്. ഇയാളുടെ കയ്യിലാണ് ഈ സംഭാവന എല്ലാം സൂക്ഷിക്കുന്നതിന്റെ കീ. ഈ അറസ്റ്റ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ ഇരുന്നിരുന്നു. എന്താണ് ഈ പറയുന്നത്? ഇവർക്ക് എന്തെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ പറയണ്ടേ? പാർട്ടി കമ്മിറ്റി എന്തെങ്കിലും മാറ്റി നിർത്തുന്ന പോലെ മാറ്റി നിർത്തിണ്ടെങ്കിൽ അതുപോലും ചെയ്തിട്ടുണ്ടായില്ല. ഇനി ഏറ്റവും വലിയ വൈരുദ്ധ്യം, ഇത്രയും ആൾക്കാർ അറസ്റ്റ് ചെയ്തു, നടപടി എടുക്കുന്നൊക്കെ പറയാണ്. ഗൗതത്തിന് തോന്നുന്നുണ്ടോ 1500 കോടി രൂപയുടെ കൊള്ള നടത്താൻ ഈ പറയുന്ന ടിന്നു യാദവ്, ഈ ചെറിയ എന്റെ പൊന്നു ഗൗതം, പിന്നിൽ വലിയ കളികളുണ്ട്. അതിന്റെ പിന്നിൽ ഒരു സിസ്റ്റമാറ്റിക് ആയി വളരെ ലൂട്ടിങ് നടത്തുക എന്ന് പറയുന്നത് ഇവരെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഈ അവിനാഷ് ശുക്ലയൊക്കെ തന്നെ അവനൊക്കെ വെറും കാശ് കൊണ്ട് ഭ്രാന്തായി പോയവരാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു ക്ഷേത്രമാണ് അയോധ്യ എന്ന് പറയുന്നത്. അവിടുന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഇവ ശരിക്കും പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ മുഖത്തിനടുത്ത് പറയട്ടെ, അതും കൂടി പറഞ്ഞാലേ ഇത് പൂർത്തിയാവുള്ളൂ. ഈ നമ്മളൊരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ ഗ്രീഡൊക്കെ ഉണർന്നിട്ട് നമ്മൾ ചിലപ്പോൾ മോഷ്ടാക്കളൊക്കെ ആയി മാറുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ആരും പിടിക്കില്ല എന്ന് പറയുന്ന ഒരു 100% ഉറപ്പുള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ 10,000 രൂപയൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടു പോകുന്ന ആളുകളുണ്ട്. മനസ്സിലായി? ഇപ്പൊ നമുക്കറിയാം, ഒരു അലൂമിനിയം ഷോപ്പിലിരുന്ന ഒരാൾ എല്ലാ ദിവസവും 100 രൂപ എടുക്കുമായിരുന്നു, പാവം. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ് ആണ്, അറിയാതെ 100 രൂപ എടുക്കും, കാരണം അവിടെ വരുന്നതിന് കണക്കില്ലെന്നാണ് അയാൾ വിചാരിച്ചത്. അതേപോലെയുള്ള ഒരു കളവല്ല ഇത്. ഇത് യഥാർത്ഥത്തിൽ ആ ക്ഷേത്രം തുടങ്ങുന്നതിന് മുമ്പേ ആലോചിച്ചുറപ്പിച്ച് കളവ് ചെയ്യാനുള്ള ഒരു സംഘത്തെ കൃത്യമായി നിർമ്മിച്ചെടുത്ത് അതിൻ്റെ അകത്തേക്ക് വിട്ടതാണ്. അതുകൊണ്ട് അതിന് നിസ്സാരമായിട്ട് ഇപ്പോൾ ഒക്കെ ഒരുത്തൻ്റെ ഒരു ഗ്രീഡ് അത്യാർത്ഥി ഉണർന്നു, അവൻ കുറച്ച് കാശെടുത്ത് മാറ്റി എന്ന് പറയുന്ന പോലെ ഇതിനെ കാണാൻ പറ്റില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ചില ആളുകൾ വെക്കണ്ട, അത് ശരി ബാബറി മസ്ജിദ് പൊളിച്ചതുപോലെ ഇതിനു വേണ്ടിയായിരുന്നല്ലേ എന്ന് വെക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായി ലോകം മുഴുവൻ നടന്ന് 3600 കോടി രൂപ പിരിവെടുത്ത് അതിൽ നിന്ന് എങ്ങനെ അടിച്ചു വരാം. ഗൗതം ആദ്യത്തെ വാർത്ത ഓർക്കണ്ടില്ല. ഏറ്റവും ആദ്യത്തെ വാർത്ത എന്താ അറിയോ? ഒന്ന് സ്ഥലത്തിലെ അഴിമതിയായിരുന്നു. രണ്ടാമത്തെ വാർത്ത എന്താണെന്ന് അറിയോ? ഇത് ചോരുന്നു എന്നായിരുന്നു. എന്തുകൊണ്ട് ഇത് ചോരുന്നു എന്ന് അറിയോ? 40% കമ്മീഷൻ പറ്റിയിട്ട് അവനോട് എങ്ങനെയെങ്കിലും പണിതോളാൻ പറഞ്ഞേക്കണേ. ഞാൻ ഗൗതത്തോട് തിരിച്ചു പറയട്ടെ, ഈ നാട്ടിലെ ഒരു വിശ്വാസവും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് കൊടുത്താൽ പോലും അവൻ ഒരിക്കലും ഒരു അമ്പലത്തിൽ നിന്ന് 5 പൈസ എടുക്കില്ല. കാരണം വെച്ചാൽ അവന് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ പേടിയുണ്ടാവും, ദൈവമേ എൻ്റെ മക്കൾക്കോ ബാക്കിയുള്ളവർക്കോ ഇതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായേക്കുന്നു, അതുകൊണ്ട് അവൻ എടുക്കില്ല. പക്ഷെ അത്ര പോലും, അതായത് 3% പോലും വിശ്വാസമില്ലാത്ത, എന്നാൽ 150% വിശ്വാസമുണ്ടെന്ന് നമ്മുടെ അടുത്ത് പ്രകടനം നടത്തിയിരുന്നവരുടെ പൂച്ചി തകർന്ന് തരിപ്പണമായിരിക്കണമെന്ന് ഇത് റീഗെയിൻ ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ട്. എന്തായാലും നമ്മളെപ്പോലുള്ള യഥാർത്ഥ രാമഭക്തർ ഇങ്ങനെ പ്രതികരിക്കും. അതായത് ഗോതത്തിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ പ്രതികരിക്കട്ടെ.